ശ്രീ റെജി ലൂക്കോസ്, സ്വാഗതം. എന്തുകൊണ്ട് CPM തോറ്റു? സ്വർണ്ണക്കൊള്ള കൊണ്ടാണോ, അതോ മണിയാശാൻ പറഞ്ഞതുപോലെ ഈ പെൻഷനൊക്കെ വാങ്ങി തിന്നിട്ട് നന്ദികേട് കാണിച്ചതാണോ? പ്രതിപക്ഷ സാറേ, വ്യക്തമായി പറഞ്ഞ ഒരു വാക്കുകൊണ്ട് മാത്രം ആ ഉത്തരം പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ പരാജയപ്പെടുത്തിയാൽ ആ പരാജയം അംഗീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും മാന്യത എന്ന് പറയുന്നത്. ആ മാന്യത ഇടതുപക്ഷം ഉൾക്കൊള്ളുന്നു. ആദ്യമായിട്ടല്ല ഇടതുപക്ഷം കേരളത്തിൽ ഇതിലും ഭയങ്കരമായ രീതിയിലുള്ള പരാജയം വാങ്ങുന്നത്. ഇതിന് നേരത്തെ തന്നെ 2010 ഞങ്ങള് ഇതിലും ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ശിക്ഷയും ശാസനയുമാണ് തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ഡെമോക്രസിയിൽ പരാജയം എന്ന് പറയുന്നത്. പരാജയത്തിനെ അതിൻ്റെതായ രീതിയിൽ ഒരിക്കലും മനുഷ്യൻ വിശ്വസിക്കാത്ത ന്യായീകരണങ്ങൾ കൊണ്ട്, ക്ലീശയ വാക്കുകൾ കൊണ്ട് അതിനെ തലോടി ഞങ്ങൾ അതിജാണ്, ഇതാണ്, ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് വോട്ട് ഷെയറിൽ ഇത്ര വ്യത്യാസം വന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരാജയവും വിജയവും കൃത്യമായ അളവുകളിൽ വെച്ചാൽ അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPM സംബന്ധിച്ചോളം. പാർട്ടിയെ സംബന്ധിച്ചോളം ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി തന്നെ പറഞ്ഞിരിക്കുന്നു, തീർച്ചയായിട്ടും എവിടെയാണ് പാളിച്ചകൾ പറ്റിയത്, എന്തുകൊണ്ട് ജനം എഴുതി തള്ളി എന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നു പറഞ്ഞു. ആ പരിശോധന എന്ന വാക്ക് പതിവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ പരിശോധന കൃത്യമായിട്ടും ലാബിൽ പോയി പരിശോധിക്കേണ്ടതല്ല, കൃത്യമായിട്ടും പാർട്ടി പരിശോധിക്കേണ്ട. അത്തരം പരിശോധനകളിൽ ഒന്നാം നിലയിൽ നിൽക്കുന്ന പാർട്ടി CPM തന്നെ, ഒരു തർക്കമില്ല. പക്ഷെ എന്നാലും അടുത്ത തവണ ജനം എങ്ങനെ വിലയിരുത്തും, അല്ല വിധി എഴുതും എന്നതിനെ കുറിച്ചുള്ള ഒരു ആശങ്ക പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഞാൻ ഈ പറയുന്നത് താത്വികമായ അവരോധമൊന്നുമല്ല, ഫിലോസഫി അല്ല പറയുന്നത്, ദാറ്റ് ഇസ് റിയാലിറ്റി. അത് പറയാനൊരു കാരണമുണ്ട്. ഇനി പഴയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രക്ഷപ്പെടത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം പുതിയ തലമുറയെ, പുതിയ ആശയങ്ങളെ, അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു അതിനെ ഉൾക്കൊള്ളാതെ കണ്ട്, കാലത്തിനനുസരിച്ച് മാറാതെ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലീശ പ്രവർത്തനങ്ങളിൽ ഇനി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടത്തില്ല. നിങ്ങൾ ഇത്തവണ നടന്ന ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കൂ. BJP തലോടി എന്ന് പറയുന്നത് BJP, കോൺഗ്രസിനെ തലോടുന്നത് കോൺഗ്രസ് പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പരാജയപ്പെട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ തലോടൽ നോക്കുമ്പോൾ BJPയുടെ കാര്യം എടുക്കാം. BJPയുടെ കയ്യിലിരുന്ന് 2 മുനിസിപ്പാലിറ്റി പോയി, 12 മുനിസിപ്പാലിറ്റി 3-ാം ഇതിലേക്ക് പോയി. പിന്നെ പാലക്കാട് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന 1-ാം സ്ഥലം പിന്നെ തിരുവനന്തപുരവും 2ാമത് തൃശ്ശൂരുമാണ്. ഇത് ഈക്വൽ ആയിട്ട് തന്നെയാണ് പ്രതീക്ഷ അർപ്പിച്ചത്. പക്ഷെ ഈ തൃശ്ശൂരിന്റെ റിസൾട്ട് എന്താ? 2 സീറ്റിൽ മാത്രമേ അവർക്ക് വർദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. അതേസമയം തിരുവനന്തപുരത്ത് അവർ കുതിച്ചുചാടിയിട്ടുണ്ട്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ കോൺഗ്രസിന്റെ രാംകുമാർ സാർ ഈ പറഞ്ഞൊരു കണക്ക് വളരെ കൃത്യമായി ഞാനത് പരിശോധിച്ചിട്ടാണ്. ഈ മുസ്ലിം ലീഗിന്റെയും ഈ ജമാഅത്തെ ഇസ്ലാമി, PDP പോലെയുള്ള ഒരേയുടെയും കെട്ടിപ്പിടുത്തത്തിലും ആലിംഗനത്തിലും അവർക്ക് കുറെ വോട്ട് കിട്ടിയിട്ടുണ്ടോ, അവർ കുറെ സീറ്റ് വർദ്ധിപ്പിച്ചു. എസ്പെഷ്യലി കോഴിക്കോട്, മലപ്പുറം പിന്നെ അവരുടെ കുത്തക നമ്മൾ സംബന്ധിച്ച് ഒറ്റ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ അവർ നേടിയെന്നുള്ളവർ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആ നേട്ടത്തിന്റെ ഭാവി, അതിന്റെ കോൺസിക്വൻസ് ഭയങ്കരമായിരിക്കും കേരളം നേരിടാൻ പോകുന്നു. അപ്പൊ അവര് പറയും, നിങ്ങൾ 500 കിലോമീറ്റർ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജമാഅത്തായിട്ട് കൂടിയില്ലേ. അങ്ങനത്തെ തർക്കങ്ങളൊന്നുമായിട്ട് ഇന്ന് ഡെമോക്രസിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റുകളെ, ഇപ്പൊ പ്രദീപ് എന്നോട് ചോദിച്ച പോലെ തന്നെ ശബരിമല, നിശ്ചയമായിട്ട് ഞാൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അത് പുറത്തു വന്ന അന്ന് മുതൽ മിക്കവാറും എല്ലാ ദിവസവും ചർച്ച വെക്കുന്ന ഒരാളാണ്. അന്ന് മുതൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയല്ല ഞാൻ. മാത്രമല്ല ഞങ്ങൾ പലരും. കാരണം എന്തുകൊണ്ടാണ്? ശബരിമല പോലെ തന്നെ ലോകം ആരാധിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിന്റെ മതേതരത്തിന്റെ ഏറ്റവും നമുക്ക് മുന്നിൽ കാണിക്കാവുന്ന ഒരു മതസൗഹാർദ്ദ ക്ഷേത്രത്തിന്റെ വാതിലും കൊള്ളയടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞാൽ അത് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത് എവിഡൻസോടുകൂടിയാണ്. അവരെ എവിടെ കൃത്യമായ തെളിവിനോടുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതല്ല അവിടെ നടന്നപ്പോൾ മറ്റൊരാ ചെയ്ത്, അവരാ ചെയ്ത്, ഇവരാ ചെയ്തുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കും, ഇന്നത്തെ ലോകത്ത് ആരും അംഗീകരിക്കുന്നില്ല. അന്ന് മുതൽ തന്നെ ഈ പറയുന്ന ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ പത്മകുമാർ, ഈ വാസു പോലുള്ളവരൊക്കെ ഞങ്ങളെ പോലുള്ളവർക്ക് തള്ളിപ്പറഞ്ഞു. കാരണം അവർ ഉത്തരവാദിത്തം ഒഴിഞ്ഞു വരാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഗവൺമെന്റ് എടുത്ത നടപടി നോക്കൂ. ഈ ഗവൺമെന്റ് ശക്തമായ നടപടി എടുത്തു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിൽ പോലും ആരെയും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ജനങ്ങളിൽ അത് ബോധ്യപ്പെടുത്തുന്നതിൽ വലിയ പരാജയം പറ്റിപ്പോയി. ആ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഇന്നലെ നടന്ന പല ചർച്ചകളിൽ പറഞ്ഞു, ശബരിമല വിഷയത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. അത് കൃത്യമാണ്. അത് പാർട്ടി ഇന്ന് അംഗീകരിച്ചു. രണ്ടാമത്
കേരളത്തിൽ അറിയപ്പെടുന്ന, ഞാൻ ആ പറയുന്നതിൽ നിങ്ങൾ എന്നോട് വിഷമം തോന്നുന്നുണ്ട്, കേരളത്തിൽ അറിയപ്പെടുന്ന വിദ്വേഷം മാത്രം വായിൽ നിന്ന് വരുന്ന വെള്ളാപ്പള്ളി നടേശനുള്ളവര് വലിഞ്ഞു കയറി പോകുന്ന ഇടതുപക്ഷത്തിന്റെ ആളാണെന്നും വടക്കോട്ട് നോക്കി ഞാൻ BJP-യുടെ കേന്ദ്ര സർക്കാരിനൊപ്പമാണെന്നും പറഞ്ഞു വന്ന വിദ്വാനൊക്കെ കൊടുത്തിരിക്കുന്ന സ്വീകരണങ്ങളും സഹകരണങ്ങളും കേരളത്തിലെ മതേതരത്തിൽ വിശ്വസിക്കുന്ന, മനസമാനത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ഒരു കറുത്ത പാടുണ്ടാക്കി തുറന്നു വിടുന്നതിൽ ഒരു മടിയില്ല. ഞാൻ ഇന്ന് എന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. കൂടാതെ കണ്ട് ഞാൻ മാസങ്ങളായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ കൂട്ടികൾ നടക്കുന്നതിൽ വലിയ അപാകത ഉണ്ടാകുന്നു. അത് അതിന്റെ കാരണം ആരും കൂട്ടിക്കൊണ്ട് മഹാനാണെന്ന് പൊതുവേദിയിൽ, സ്വീകരണ വേദിയിൽ അദ്ദേഹം മഹാനാണെന്ന് വാഴ്ത്തിയത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. പ്രതിപക്ഷ അങ്ങനെ കാണരുത്. കാരണം ഒരു സംഘടനയുടെ അദ്ദേഹത്തെ കോട്ടയത്തും പല സ്ഥലങ്ങളിലും ആനയിച്ചിരുത്തി അദ്ദേഹം മഹാനായ നേതാവാണെന്ന് പറഞ്ഞ് ശ്രീ പിണറായി വിജയനാണ്.